ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം. ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈശോ 72 പേരെ അയക്കുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമായത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. കാരണം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ലോകത്തിലെ വെല്ലുവിളികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്നേഹമുള്ളവരെ, നമുക്കും ഈശോ നൽകുന്നത് ഇതേ ഒരു ഉപദേശം തന്നെയാണ്. നീയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ ചുറ്റും ചെന്നായ്ക്കളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നീ പരിശ്രമിക്കണം. കാരണം ഒത്തിരിയേറെ അപകടങ്ങള് നിന്റെ ചുറ്റുപാടുമുണ്ട്. നിന്റെ നാശം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവര്, നിന്നെ പാപത്തിലേക്ക് വിളിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികള് നിന്റെ ചുറ്റും കാണും. ചില സാഹചര്യങ്ങൾ കാണും, ചില ബന്ധങ്ങൾ കാണും. പക്ഷെ നീ ബോധ്യത്തോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം നീ ഇറങ്ങിയിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് നന്മകൾ മാത്രമുള്ള ഒരു ലോകമല്ല, മറിച്ച് തിന്മകള് ഒത്തിരിയേറെ നിന്റെ ചുറ്റുമുണ്ട്. ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത്. ജാഗ്രത നഷ്ടപ്പെട്ടു പോകുമ്പോൾ അറിയാതെ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ പറയും. ചില പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന ഈ ഉപദേശം തീഷ്ണതയോടുകൂടി നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ തെറ്റുകളും പാപങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ അപകടങ്ങളെ ബോധപൂർവം ധൈര്യത്തോടുകൂടി ഈശോയോട് ചേർന്നിരുന്ന് അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. എൻ്റെ ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. നമ്മൾ നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ച് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വീണു പോകും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ഇരിക്കണം, അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിന്മ നിറഞ്ഞ ഈ ലോകത്തില് എന്നും പരിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട്, എപ്പോഴും ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.